ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ ജെയ്ക്കയോട് പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, കോടതിയിൽ വാദിക്കുന്നത് വക്കീലാണ്, അല്ലാതെ കക്ഷിയല്ല. ഞാൻ ഇവിടെ ഇരുന്ന് രോക്ഷം കൊണ്ടാൽ ജയിക്കാൻ പോകുന്നില്ല. കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് താൻ അനുസരിക്കണമെന്ന് പറയുമ്പോൾ തിരിച്ച് ജെയ്ക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ ശമ്പളക്കാരനല്ല. ഞാൻ പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. എന്റെ വക്കാലത്ത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് ജെയ്ക്കെ പറയുമ്പോ അസിസ്റ്റന്റ് വക്കീൽ രവി ചോദിക്കുന്നുണ്ട്, എന്താണ് സാറിന്റെ കേസ് എന്ന്. ജെയ്ക്കെ അപ്പൊ പറയുന്നുണ്ട്, ഒരു മാനനഷ്ട കേസാണ്, 25 ലക്ഷം രൂപ ക്ലെയിം ചെയ്യേണ്ടി വരും. കേസ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം, പക്ഷേ അതിനു മുന്നേ എനിക്ക് ഒരു ഉറപ്പ് കിട്ടണം നിങ്ങളടുത്ത് നിന്ന്. കേസ് ജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയൂ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാൻ ഏറ്റെടുത്ത കേസുകളൊന്നും ഇതുവരെ വിജയിക്കാതിരുന്നിട്ടില്ല. എല്ലാം അനുകൂലമായ വിധിയാണ് വരുന്നത്. ഞാൻ കേസ് ഏറ്റെടുക്കണമെങ്കിൽ എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത്, കേസിന്റെ മെറിറ്റ് പരിശോധിക്കേണ്ടി വരും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വിധി അനുകൂലമായാൽ കേസിന്റെ തുകയുടെ നേർപകുതി എനിക്ക് തരാമെന്ന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പറയുമ്പോ ഇതെല്ലാം കേട്ട് ജെയ്ക്കയ്ക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് 25 ലക്ഷം തന്നെ വേണമല്ലേ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതെ എനിക്ക് വേണം. നിങ്ങൾക്ക് 25 ലക്ഷമാണ് വേണമെങ്കിൽ ഞാൻ കോടതിയിൽ ക്ലെയിം ചെയ്യാൻ പോകുന്നത് 50 ലക്ഷത്തിനാണ്. എനിക്കിതൊരു ബിസിനസ് തന്നെയാണെന്ന് വിജയ് ശങ്കർ പറയുമ്പോ രവി എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള ഫോം എടുത്ത് ജെയ്ക്കയ്ക്ക് കൊടുക്കുകയാണ്. ജെയ്ക്ക് അതെടുത്ത് വായിക്കുന്നുണ്ട്. അതിനുശേഷം സൈൻ ചെയ്യാനായി രവി പറയുമ്പോ ജെയ്ക്കെ ആ പേപ്പേഴ്സ് കീറിക്കളയാണ്. എന്റെ എഗ്രിമെന്റിൽ ഞാൻ സൈൻ ചെയ്യണമെങ്കിൽ എന്റെ ഒരു എഗ്രിമെന്റിൽ താനും എനിക്ക് സൈൻ ചെയ്ത് തരണം. എന്റെ കേസ് ജയിക്കാതിരുന്നാൽ താൻ എനിക്ക് നഷ്ടപരിഹാരം തരാൻ തയ്യാറാണോ എന്നൊക്കെ ജെയ്ക്കെ പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, കേസിന്റെ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ തനിക്ക് പോവാം എന്ന് വിജയ് ശങ്കർ പറയാണ്. ജെയ്ക്കെ അപ്പൊ പറയുന്നുണ്ട്, കേസ് തരാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അംഗീകരിക്കണം. എന്താ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എനിക്കത് സാധ്യമല്ല, നിങ്ങൾക്ക് പോവാമെന്ന് പറയാണ്. ജെയ്ക്കെ അപ്പോ വിജയ് ശങ്കറിനോട് വീണ്ടും പറയുന്നുണ്ട്, വിജയ് ശങ്കർ താനൊരു നല്ല വക്കീലല്ല എന്ന് ജെയ്ക്കെ പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഡോ സൂക്ഷിച്ച് സംസാരിക്കേ, അല്ലെങ്കിൽ താൻ വിവരം അറിയും എന്നെല്ലാം വിജയ് ശങ്കർ പറയുമ്പോ ജെയ്ക്കെയും അതിനെല്ലാം നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാവുകയാണ്. ഞാനിനി എന്തായാലും തനിക്ക് വക്കാലത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ജെയ്ക്കെ പറയുമ്പോ അസിസ്റ്റന്റ് വക്കീൽ രവി ജെയ്ക്കയുടെ കയ്യിൽ പിടിക്കുകയാണ്. ജെയ്ക്കയ്ക്ക് ഇത് കണ്ട് ദേഷ്യം വന്ന് രവിയെ തള്ളിയിട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ തന്നെ ഒരാൾ ഇങ്ങനെ അപമാനിച്ചതിൽ ആകെ ദേഷ്യം വന്നുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ജെയ്ക്കെ കാറിൽ കയറി പോവാനായി നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ദീപ്തിയും വസുവും കൂടി വരികയാണ്. പിന്നീട് ജെയ്ക്കയോട് സംസാരിക്കുന്നുണ്ട്, സാറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വിജയ് ശങ്കർ ആ വക്കാലത്ത് വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഞങ്ങൾ അത് ഏറ്റെടുക്കാം. സാറിന്റെ കേസിൽ ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ സ്ഥാപനം വിജയ് ശങ്കറിന്റെ ഒരു സ്ഥാപനം പോലെയല്ല. പണക്കുതിയന്മാരല്ല ഞങ്ങളാരും. അർച്ചന അസോസിയേറ്റ്സ് എന്നാണ് ഞങ്ങളുടെ ഓഫീസിന്റെ പേര്. നിയമസഹായം ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഓഫീസ്. സാറിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സാറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാം. ജയശങ്കറിനെ കണ്ടതുപോലെ സാർ ഞങ്ങളെയും കാണരുത്. ഫീസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പിടിവാശിയുമില്ല. ഫീസ് ജയിച്ചു കഴിയുമ്പോൾ എത്ര തരണമെന്ന് സാറ് തീരുമാനിച്ചാൽ മതി. ജസ്റ്റ് സാറ് ഞങ്ങളുടെ ഓഫീസിലൊന്ന് വന്ന് കയറിയിട്ട് പോണം സാർ. സാറിനെ കണ്ടാലേ അറിയാം നീതി തേടി നടക്കുന്ന ഒരാളാണെന്ന്. അർച്ചന അസോസിയേറ്റ്സിനെ ഈ കേസ് ഏൽപ്പിച്ചാൽ എന്തായാലും സാറിന് നീതി ലഭിക്കും. വരൂ സാർ, നമുക്ക് ഓഫീസിനകത്ത് ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ദീപ്തിയും വസുവും കൂടി ജെയ്ക്കെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ദീപ്തി അർച്ചനയെ വിളിക്കുന്നുണ്ട്. അർച്ചനെ, നീ എവിടെയാണ്, ഒന്ന് വേഗം വരുമോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ചിന്നുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരികയാണ്. റോഡിലാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട്, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, ഒരു കക്ഷിയെ കിട്ടിയിട്ടുണ്ട്. ജയശങ്കറിന്റെ ഓഫീസിൽ നിന്ന് ഉടക്കി വന്ന ആളാണ്. നീ വന്നാൽ മാത്രമേ കേസിന്റെ വിശദാംശങ്ങൾ സംസാരിക്കാനായി കഴിയൂ എന്നൊക്കെ ദീപ്തി പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എന്തായാലും അയാളെ വിട്ടുകളയണ്ട, ഞാൻ എന്തായാലും ഉടനെ തന്നെ എത്താമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദീപ്തി ജെയ്ക്കയുടെ അടുത്തേക്ക് പോയി സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അർച്ചന വരുന്നത് വരെ ജെയ്ക്കയെ അവിടെ പിടിച്ചു നിർത്താനാണ് വസുവും ദീപ്തിയും കൂടി ശ്രമിക്കുന്നത്. ജെയ്ക്കെ ആണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് സിഗരറ്റ് വലിക്കുകയാണ്. ഇത് കണ്ട് വസുവിനും ദീപ്തിക്കും ഒട്ടും ഇഷ്ടാവുന്നില്ല. എങ്കിലും അവരൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കേസിന് വേണ്ടിയിട്ട് പേരും ഡീറ്റെയിൽസ് എല്ലാം വസു ചോദിക്കുന്നുണ്ടെങ്കിലും ജെയ്ക്കെ അതൊന്നും പറയാൻ ഒട്ടും തന്നെ തയ്യാറല്ല. ദീപ്തി അപ്പൊ വസുവിനോട് പറയുന്നുണ്ട്, സാറിന്റെ ഡീറ്റെയിൽസ് ഒന്നും നീ ചോദിക്കണ്ട, വിജയ് ശങ്കറിന്റെ അടുത്ത് നിന്നും ഉടക്കിയിട്ട് വന്നതിന്റെ ദേഷ്യത്തിലാണ് സാർ ഇപ്പോൾ. അതുകൊണ്ട് സാറിന്റെ മനസ്സൊന്ന് തണുക്കട്ടെ, അതുവരെ നമുക്ക് ഒന്നും ചോദിക്കണ്ട, സാറ് റിലാക്സ് ചെയ്യട്ടെ എന്നൊക്കെ ദീപ്തി പറയാണ്. അല്ല സാറിന്റെ കേസ് എന്താണെന്ന് ചോദിക്കുമ്പോ ജെയ്ക്കെ പറയുന്നുണ്ട്, ഒരു മാനനഷ്ട കേസാണെന്ന്. വസു അപ്പൊ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ആ മാനനഷ്ട കേസാണോ? ഇതുവരെ ഞങ്ങൾ ഏറ്റെടുത്ത മാനനഷ്ട കേസുകളൊന്നും
ഒന്നും തോറ്റിട്ടില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ മാഡം ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ JK ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളുടെ മാഡം എന്ന്. ദീപ്തിയപ്പ പറയുന്നുണ്ട്, അർച്ചന വക്കീലാണ്. അർച്ചന അസോസിയേറ്റ്സിന്റെ ലീഡിംഗ് ലോയർ എന്ന് ദീപ്തി പറയുമ്പോൾ JK ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവരെവിടെയെന്ന്. ദീപ്തിയപ്പ പറയുന്നുണ്ട്, അർച്ചന വക്കീല് അത്യാവശ്യമായി കോടതി വരെ പോയതാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ തിരികെ എത്തും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നതിൽ സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഉടനെ എത്തുമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ദീപ്തി. എന്നിട്ട് വസുവിനോട് പറയുന്നുണ്ട്, സാറിന് ജ്യൂസോ കോഫിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഏർപ്പാട് ചെയ്യ് വസു എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, നോ താങ്ക്സ് എന്ന് പറഞ്ഞ് കയ്യിലുള്ള സിഗരറ്റ് എടുത്ത് നിലത്തിട്ട് ചവിട്ടുകയാണ്. എന്നിട്ട് പോക്കറ്റിൽ നിന്നും മദ്യം എടുത്ത് കുടിക്കുന്നുണ്ട്. ഇത് കണ്ട് ദീപ്തി പറയുന്നുണ്ട്, സാർ ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ JK തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് ദാഹം വരുമ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് പോലെ ഞാൻ മദ്യം കുടിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. ദീപ്തി അപ്പ പറയുന്നുണ്ട്, സാറ് കുടിക്കുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ ഇവിടെ വെച്ച് കുടിക്കരുത്. ഞങ്ങള് സ്ത്രീകൾ മാത്രമുള്ള ഒരു ഓഫീസാണിത്, ഇവിടെ ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, എങ്കിൽ ശരി. നിങ്ങൾ സ്ത്രീകൾ മാത്രമുള്ള ഇടത്ത് എന്നെ പോലുള്ള മദ്യപാനികൾ ഇരിക്കുന്നത് ശരിയല്ല പറഞ്ഞ് പോവാനായി നിൽക്കുമ്പോൾ ദീപ്തി JKയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. സാർ പോവരുത്, അർച്ചന ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും, സാർ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ്. അതിനുശേഷം ദീപ്തി പുറത്തേക്ക് പോയി വീണ്ടും അർച്ചനയെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്ന അർച്ചന ദീപ്തിയോട് പറയുന്നുണ്ട്, ദീപ്തി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, മെയിൻ റോഡിൽ നല്ല ബ്ലോക്കാണ്, അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് വഴിയാണ് വരുന്നത്, ഇനിയും ഒരു അരമണിക്കൂറാവും എത്താൻ. നീ എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് അവിടെ പിടിച്ചു നിർത്ത്, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യാണ്. പിന്നീട് ദീപ്തി JKയോട് പോയി പറയുന്നുണ്ട്, സാറിന് ബോറടിച്ചോ. അർച്ചന ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വരും, റോഡിൽ നല്ല ട്രാഫിക് ആണെന്ന് പറയുമ്പോൾ JKക്ക് ഇതെല്ലാം കേട്ടാകെ ദേഷ്യം വന്ന് അങ്ങനെ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, സാറിന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സാറിന് ഒരു ബുക്ക് വായിക്കാൻ തരാമെന്ന് പറഞ്ഞ് അവിടെയുള്ള JK എഴുതിയ മീര എന്നൊരു നോവൽ എടുത്ത് JKക്ക് തന്നെ കൊടുക്കുകയാണ്. JK ആണെങ്കിൽ തന്റെ ആ പുസ്തകം കയ്യിലെടുത്ത് തിരിച്ചു മറിച്ച് അങ്ങനെ നോക്കുന്നുണ്ട്. ഓ അപ്പൊ നിങ്ങളുടെ നിലവാരം ഇതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഈ ബുക്കിന് എന്താണ് കുഴപ്പം എന്ന് പറയുമ്പോൾ വസു പറയുന്നുണ്ട്, അറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് ഇയാൾ, സ്ത്രീകൾക്കെല്ലാം JKയെ വളരെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എത്ര സ്ത്രീകളാണ് JKയെ പ്രണയിക്കുന്നതെന്ന് സാറിന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് JKക്ക് ദേഷ്യം വരികയാണ്. JK എന്നിട്ട് പറയുന്നുണ്ട്, ഇതിനിപ്പോ ഞാൻ എന്ത് വേണം, നിങ്ങൾ ഈ പറയുന്നതൊന്ന് മതിയാക്കുക എന്ന് പറയാണ്. ദീപ്തി അപ്പ പറയുന്നുണ്ട്, സാറ് ഇതിന്റെ നിലവാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാണ്. JK അപ്പ പറയുന്നുണ്ട്, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല, എനിക്ക് പോണമെന്ന് പറയുമ്പോൾ ദീപ്തിയും വസുവും വീണ്ടും JK അവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും JK അതിന് തയ്യാറാവുന്നില്ല. കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ഇനി ഞാൻ ഇവിടെ 1 മിനിറ്റ് പോലും നിൽക്കില്ലെന്ന് പറഞ്ഞ് അർച്ചനയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. എന്നാൽ ദീപ്തിയും വസുവും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കറിന്റെ വക്കീൽ രവി വരുന്നത്. രവി എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അയാളുടെ കേസ് പിടിക്കാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ, അയാളുടെ വക്കാലത്ത് ഒരു വക്കീലും ഏറ്റെടുക്കില്ല, അതാണ് അയാളുടെ ടൈപ്പ് എന്ന് പറഞ്ഞ് രവി അവിടെ നിന്നും പോവുകയാണ്. ദീപ്തിയും വസു ആണെങ്കിൽ ആകെ നാണം കെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം JK കാറിൽ കയറി മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഡ്രൈവറോട് എടോ വണ്ടി എടുക്കടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചന ഓഫീസിലേക്ക് കയറുന്നതും JK അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം അർച്ചന വന്ന് ദീപ്തിയോടും വസുവിനോടും ചോദിക്കുന്നുണ്ട്, എവിടെ കക്ഷി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അയാൾ കുറെ സമയം നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ക്ഷമ നഷ്ടപ്പെട്ട് അയാൾ പോയി, എന്തായാലും അയാൾ പോയത് നന്നായി, എന്റെ സ്വഭാവത്തിന് അയാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഒരു മര്യാദ ഇല്ലാത്ത ഒരുത്തനാണ്, അനുസരണയുമില്ല, ആരോട് ബഹുമാനവുമില്ല, കേസ് എന്താണെന്ന് ചോദിച്ചപ്പോ മാനനഷ്ട കേസാണെന്ന് മാത്രം പറഞ്ഞു, അയാളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പറഞ്ഞു തന്നില്ല, അയാൾ നല്ല ബിസിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് തിരക്കിട്ട് പോയതെന്നൊക്കെ ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയാൾക്ക് അത്ര തിരക്കാണെങ്കിൽ പോട്ടെ, നമ്മുടെ സേവനം അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, ഒരു കക്ഷി പോയാൽ മറ്റൊരു കക്ഷി വരും, ഒരു കേസ് മിസ്സായി എന്ന് കരുതി നമ്മൾ ഈ ഓഫീസ് പൂട്ടിയിടേണ്ടി വരുമൊന്നുമില്ലല്ലോ, ആ കേസ് നമുക്ക് വിധിച്ചിട്ടില്ല, അങ്ങനെ കരുതിയാൽ മതി, നിങ്ങൾ എന്തിനാണ് അതിനിങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ആ കക്ഷിയെ കൈവിട്ടു പോയതിലല്ല ഞങ്ങളുടെ വിഷമം, വിജയ് ശങ്കറിന്റെ അടിമ ആ രവി എല്ലാം കണ്ടു, ഇവരടുത്ത് നിന്നും പോയ കക്ഷിയാണല്ലോ നമ്മൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്നൊക്കെ ദീപ്തി പറയുമ്പോൾ അർച്ചന അത് കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.